ഹായ് ഓൾ, വെൽക്കം ടു നോസ് സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട വിയോഗങ്ങളാണ്. 2023 ജനുവരി മുതൽ 2024 ജൂൺ വരെയുള്ള ഫാക്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ അന്തരിച്ച വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മളിവിടുന്ന് ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ അറിയില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. 2023 ജനുവരിയിൽ അന്തരിച്ച ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ വ്യക്തി ആരാണ്? ബി ആർ പ്രസാദ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ബി രാജേന്ദ്ര പ്രസാദ് എന്നാണ്. ഓക്കെ, ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 2-3 പോയിൻറ്റ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 1993 കുട്ടികളുടെ ചിത്രമായിട്ടുള്ള ജോണി, ആ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിട്ടാണ് ഇദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത്. ഇദ്ദേഹത്തിന് ആ തിരക്കഥയ്ക്ക് സംസ്ഥാന പുരസ്കാരമെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ഗാനരംഗത്തേക്ക് ചുവടുവെക്കുന്നത് 2003 പ്രിയദർശൻ്റെ ചിത്രമായിട്ടുള്ള കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു നാടകമുണ്ട്, ഷഡ്കാല ഗോവിന്ദമാരാർ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ നാടകമാണ്. ഇദ്ദേഹം രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത നാടകമാണ് ഷഡ്കാല ഗോവിന്ദമാരാർ. ഒന്ന് ഓർത്തിരിക്കൂ. ഇദ്ദേഹത്തിൻ്റെ ഒരു ആട്ടക്കഥയുണ്ട്, അർജുന വിജയം. ഇദ്ദേഹത്തിൻ്റെ ഒരു ആട്ടക്കഥയാണ് അർജുന വിജയം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് ചന്ദ്രോത്സവം. ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നേക്കാം. അടുത്ത പോയിന്റ്, 2023 ജനുവരിയിൽ അന്തരിച്ച ജി അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രമായിരുന്ന വ്യക്തി ആർട്ടിസ്റ്റ് ശബരിനാഥ്. അപ്പോൾ അന്തരിച്ച ആർട്ടിസ്റ്റ് ശബരിനാഥ് ആരാണ്? ജി അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രമായിരുന്നു ആ വ്യക്തി അന്തരിച്ചു. 2023 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇറ്റാലിയൻ ഫുട്ബോളറും പരിശീലകനുമായ വ്യക്തിയാണ് ആര്? ജിയാൻ ലൂക്ക വിയാലി. 2023 ജനുവരിയിൽ അന്തരിച്ച താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ ടെഹംഡൻ ഇ ഉദ്വാഡിയ. അടുത്തത്, 2023 ജനുവരിയിൽ അന്തരിച്ച പശ്ചിമ ബംഗാൾ മുൻ ഗവർണർ ആരാണ്? കേസരിനാഥ് ത്രിപാഠി. 2023 ജനുവരിയിൽ അന്തരിച്ച കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സാറ അബൂബക്കറാണ്. 2023 ജനുവരിയിൽ അന്തരിച്ച കാശ്മീരിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് റഹ്മാൻ റാഹി. 2023 ജനുവരിയിൽ അന്തരിച്ച ബഷീർ തകഴി സാഹിത്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഭാഷാശാസ്ത്രജ്ഞനാണ് റൊണാൾഡ് ഇ ആഷർ. അടുത്തത്, 2023 ജനുവരിയിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ലൂസിൻ റാൻഡോൺ, സിസ്റ്റർ ഓങ്റേ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 2023 ജനുവരിയിൽ അന്തരിച്ച ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് നമുക്കറിയാം നീൽമണി ബുക്കനാണ്. 2021 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. കോബിത എന്ന് പറയുന്ന കവിതാ സമാഹാരം അത് ഇദ്ദേഹത്തിൻ്റെ ആണെന്നും നമുക്കറിയാം അല്ലേ. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത് 1990. ഓക്കെ, ഇത്രയൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണ്? പർവേഷ് മുഷറഫ്. പാകിസ്ഥാൻ്റെ 10ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ, അദ്ദേഹം അന്തരിച്ചു. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? തുളസീദാസ് ബൽറാം. അപ്പോൾ തുളസീദാസ് ബൽറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ അല്ലേ. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച ഡോക്ടർ കനക് റിലെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. ഏതാണ്? മോഹിനിയാട്ടം. അടുത്തത്, 2023 മാർച്ചിൽ അന്തരിച്ച വിഖ്യാത ഫ്രഞ്ച് ഫുട്ബോളർ ജസ്റ്റ് ഫോണ്ടൈൻ. 2023 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 26ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു AM അഹമ്മദി. 2023 മാർച്ചിൽ അന്തരിച്ച ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടിയ അമേരിക്കൻ എഴുത്തുകാരി ജൂഡി ഹ്യൂമാൻ. 2023 മാർച്ചിൽ അന്തരിച്ച ബോളിവുഡ് നടനും സംവിധായകനുമായ വ്യക്തി ആരാണ്? സതീഷ് കൗശിക്. 2023 മാർച്ചിൽ അന്തരിച്ച ഡിക്ക് ഫോസ്ബറി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈജമ്പ് ആണ് കേട്ടോ. ഹൈജമ്പിൽ ഫോസ്ബറി ഫ്ലോപ്പ് എന്ന ശൈലി കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്, ഓർത്തിരിക്കുക. 2023 മാർച്ചിൽ അന്തരിച്ച ചേലനാട് സുഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ഓക്കെ, 2023 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ആരാണ്? പാട്രിക് ഫ്രിഡ്ജ് ആണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളാണ് ദ വേൾഡ് ഇസ് വാട്ട് ഇറ്റ് ഈസ്, ഇന്ത്യ എ പോർട്രേറ്റ്. ഓക്കെ,
അടുത്തത് 2023 മാർച്ചിൽ അന്തരിച്ച പരിസ്ഥിതി സൗഹാർദ്ദമായ കാർഷിക ഭക്ഷ്യ സമ്പ്രദായത്തിൻ്റെ വക്താവും ചെറുധാന്യങ്ങളുടെ പ്രചാരകനുമായിരുന്ന വ്യക്തി PV സതീഷ്. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PV സതീഷ്. ഓർത്തു വച്ചിരിക്കുക. 2023 മാർച്ചിൽ അന്തരിച്ച ആൻ്റണി റിബല്ലോ ഏത് കായിക ഇനമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ താരമാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. അടുത്തത് 2023 ഏപ്രിലിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുധീർ നായിക്കാണ്. 2023 ഏപ്രിലിൽ അന്തരിച്ച ജഗന്നാഥ് മഹതോ ഏത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡിൻ്റെ. ഏത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു? ആയിരുന്നു എന്നാണ്. ജാർഖണ്ഡ്. 2023 ഏപ്രിലിൽ അന്തരിച്ച കലാമണ്ഡലം ദേവകി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുള്ളൽ. 2023 ഏപ്രിലിൽ അന്തരിച്ച വിഖ്യാത നാടക പ്രവർത്തകയും നടിയും ഡൽഹി അക്ഷര തിയേറ്ററിൻ്റെ സഹസ്ഥാപകയുമായ വ്യക്തിയാണ് ജലപാല വൈദ്യ. 2023 ഏപ്രിലിൽ അന്തരിച്ച ബംഗ്ലാദേശ് പൊതുജനാരോഗ്യ വിദഗ്ധനും ബംഗ്ലാദേശ് വിമോചന പോരാളിയുമായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ സഫറുള്ള ചൗധരി. 2023 ഏപ്രിലിൽ അന്തരിച്ച അബ്ദുൾ അസീം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. അബ്ദുൾ അസീം ക്രിക്കറ്റ്. 2023 ഏപ്രിലിൽ അന്തരിച്ച സർക്കസ് ഇതിഹാസം ജെമിനി ശങ്കരൻ്റെ യഥാർത്ഥ നാമം മൂർക്കോത്ത് വേങ്ങക്കണ്ടി ശങ്കരൻ. 2023 ഏപ്രിലിൽ അന്തരിച്ച പ്രമുഖ സിനിമാ താരം മാമുക്കോയ. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം അന്യരുടെ ഭൂമിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വദേശം കോഴിക്കോടാണ്, നമുക്കറിയാം. ഇദ്ദേഹം നായക കഥാപാത്രമായ സിനിമ അത് കോരപ്പൻ ദ ഗ്രേറ്റ് ആണ് കേട്ടോ. കോരപ്പൻ ദ ഗ്രേറ്റ് എന്ന് പറയുന്നൊരു സിനിമയാണ്. ഇദ്ദേഹത്തിന് അതുപോലെ 2008 മികച്ച ഹാസ്യ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്ന സിനിമയ്ക്ക്. ഓർത്തിരിക്കുക. 2023 ഏപ്രിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ബോക്സിംഗ് താരമാണ് ആര്? കൗർ സിംഗ്. 2023 ഏപ്രിൽ അന്തരിച്ച ചരിത്രകാരൻ രഞ്ജിത്ത് ഗുഹയുടെ ശ്രദ്ധേയമായ പുസ്തകം എലമെൻ്ററി ആസ്പെക്ട്സ് ഓഫ് പെസൻസ് ഇൻസർജൻസി ഇൻ കൊളോണിയൽ ഇന്ത്യ. അടുത്തത് 2023 മെയ്യിൽ അന്തരിച്ച മുൻ MLAയും പ്രഭാഷകയും എഴുത്തുകാരിയുമായ വ്യക്തിയാണ് നബീസ ഉമ്മാൾ. 2023 മെയ്യിൽ അന്തരിച്ച ആചാര്യൻ PK ഗോവിന്ദൻ നമ്പ്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം. 2023 മെയ്യിൽ അന്തരിച്ച റോക്ക് ആൻഡ് റോളിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിഖ്യാത ഗായികയാണ് ടീന ടർണർ. അടുത്തത് 2023 ജൂണിൽ അന്തരിച്ച പത്മശ്രീ ജേതാവായ ഉണ്ണി ഗുരുക്കൾ C. ശങ്കരനാരായണ മേനോൻ. യഥാർത്ഥ നാമം. ഉണ്ണി ഗുരുക്കൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കളരിപ്പയറ്റ്. 2023 ജൂണിൽ അന്തരിച്ച ഫ്രഞ്ച് ചിത്രകാരിയും എഴുത്തുകാരിയും വിഖ്യാത ചിത്രകാരൻ പിക്കാസോയുടെ പ്രണയിനിയുമായിരുന്ന വ്യക്തിയാണ് ഫ്രാൻസ്വ ജിലോ. ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഓർത്തിരിക്കുക. ഫ്രാൻസ്വ ജിലോയുടെ ബുക്കാണ് 1964 പബ്ലിഷ് ചെയ്ത ലൈഫ് വിത്ത് പിക്കാസോ. 2023 ജൂണിൽ അന്തരിച്ച വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിൻ്റെയും AKGയുടെ കർഷക ജാഥയുടെയും ഭാഗമായിരുന്ന വനിതയാണ് ദേവകി നമ്പീശൻ. 2023 ജൂണിൽ അന്തരിച്ച അമൂൽ ബ്രാൻഡ് ഗേളിനെ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് സിൽവസ്റ്റർ ഡാ കുൻഹ. 2023 ജൂണിൽ അന്തരിച്ച ലിഥിയം അയൺ ബാറ്ററിയുടെ സൃഷ്ടാവ് ജോൺ ഗുഡിനഫ്. 2019 ഇതിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ് ടു ഗ്രേറ്റ്. അല്ലേ? അടുത്തത് 2023 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ വ്യക്തിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം KM വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അദ്ദേഹം 2023 ജൂലൈ 7 അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് രേഖകൾ. അടുത്തത് 2023 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ചെക്ക് എഴുത്തുകാരനാണ് മിലൻ കുന്ദേര. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ ജോക്കാണ് 1967. അദ്ദേഹത്തിൻ്റെ ആദ്യ ഫ്രഞ്ച് നോവൽ സ്ലോനസ് എന്നുള്ളത്. അല്ലേ? അടുത്തത് അവസാന നോവൽ ദ ഫെസ്റ്റിവൽ ഓഫ് ഇൻസിഗ്നിഫിക്കൻസ്. ആണ് അവസാന നോവൽ.
ഫേമസ് ബുക്ക് ഒരു നോവലാണ് അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഉമ്മൻചാണ്ടി അന്തരിച്ചു 2023 ജൂലൈ 18 അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചും ഉമ്മൻചാണ്ടി, പിന്നെ NK ദേശം, ഫാത്തിമ ബീവി, P വത്സല, ഇവരെക്കുറിച്ചൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരെ കുറിച്ചുള്ള വീഡിയോ പിന്നെ ഇതിട്ട് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത് തന്നെ ആ വീഡിയോ ഇടാം. അപ്പോൾ ഇത്രയും മാത്രം ഇപ്പോൾ ഓർത്തിരിക്കുക. ഉമ്മൻചാണ്ടി അന്തരിച്ചത് 2023 ജൂലൈ 18 ആത്മകഥ കാലം സാക്ഷി. ഓക്കെ. 2023 ജൂലൈയിൽ അന്തരിച്ച മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. ഓക്കെ അല്ലേ. C അച്യുതമേനോൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പും, EK നയനാർ മന്ത്രിസഭയിൽ ആരോഗ്യവും ടൂറിസവും, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനം, എക്സൈസ് എന്നീ വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. മിസോറാമിലെ ഗവർണറായും ആൻഡമാൻ നിക്കോബാറിലെ ലഫ്റ്റനന്റ് ഗവർണറായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ വക്കം പുരുഷോത്തമൻ. 2023 ജൂലൈയിൽ അന്തരിച്ച പല്ലന പൊന്നുക്കുട്ടൻ മാരാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? വാദ്യകലാകാരനാണ്. അടുത്തത് 2023 ഓഗസ്റ്റിൽ അന്തരിച്ച വിപ്ലവ ഗായകനും കവിയുമായ വ്യക്തിയാണ് ഗദ്ദർ. യഥാർത്ഥ നാമം ഗുമ്മടി വിതൽ റാവു. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച കലാമണ്ഡലം രാമകൃഷ്ണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കഥകളിയാണ്. കലാമണ്ഡലം രാമകൃഷ്ണൻ, കഥകളി. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച സംവിധായകനാണ് സിദ്ദിഖ് ഇസ്മായിൽ. ഇദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ 1986 പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്നതായിരുന്നു. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച വൃത്തിയുള്ള പൊതു ശൗചാലയങ്ങളുടെ നിർമ്മിതിക്കും പ്രചരണത്തിനും വേണ്ടി പ്രവർത്തിച്ച സുലഭ് ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ ബിന്ദേശ്വർ പഥക്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുഹമ്മദ് ഹബീബ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച അഡോബി സിസ്റ്റം സഹസ്ഥാപകനാണ് ജോൺ വാർനോക്ക്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് കവിയാണ് ആര്? ജയന്ത മഹാപത്ര. ഓക്കെ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച സിംബാബ്വെ ക്രിക്കറ്റിലെ ഇതിഹാസ താരമാണ് ആര്? ഹീത്ത് സ്ട്രീക്ക്. അടുത്തത് 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ISRO ശാസ്ത്രജ്ഞയാണ് വളർമതി. N വളർമതി എന്നാണ്. 2015 പ്രഥമ APJ അബ്ദുൽ കലാം അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് വളർമതി. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റാണ് അജിത് നൈനാൻ. അടുത്തത് 2023 സെപ്റ്റംബറിൽ അന്തരിച്ച 1996 ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ആട്ടിൻകുട്ടിക്ക് ജന്മം നൽകിയ ശാസ്ത്ര സംഘത്തിൽ പങ്കാളിയായിരുന്ന വ്യക്തി ഇയാൻ വിൽമുട്ട്. ഓക്കെ അല്ലേ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച സരോജ വൈദ്യനാഥൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി KG ജോർജ്. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും. ഇദ്ദേഹത്തിന് 2015 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സ്വപ്നാടനം എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സ്വപ്നാടനം എന്ന് പറയുന്ന സിനിമയ്ക്ക് കേട്ടോ. അടുത്തത് 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഭാഷാ പണ്ഡിതനാണ് ഡോക്ടർ B ബാലകൃഷ്ണൻ. അടുത്തത് MS സ്വാമിനാഥൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വീഡിയോയിൽ നല്ല വിശദമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെ പറ്റി കേട്ടോ. 2023 സെപ്റ്റംബർ 28 PSC ചോദിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് മറന്നു പോകാതിരിക്കുക. അദ്ദേഹം അന്തരിച്ച ഡേറ്റാണ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഹാരി പോട്ടർ സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടൻ മൈക്കിൾ ഗാംബൻ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച കോട്ടമുറിക്കൽ ഗോപി നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച S സുകുമാരൻ പോറ്റി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? കാർട്ടൂൺ. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം. ഓക്കെ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച കുള്ളൻ തെങ്ങ് വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കൃഷി ശാസ്ത്രജ്ഞനാണ് ആര്? N മാധവൻ നായർ.